ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് സമാപനം. വോട്ടെടുപ്പ് ശനിയാഴ്ച. മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളത്തും തൃശൂരും ഇന്ന് ചുവപ്പ് ജാഗ്രത. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. അനധികൃതമായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ആരോഗ്യകരമായ ഗാർഹിക അന്തരീക്ഷം ഉറപ്പാക്കാൻ വാർഡ് തല ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് വനിതാ കമ്മീഷൻ. IPL രണ്ടാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ വിശദമായി. ആറാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചാരണമാണ്. 8 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 58 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ആറാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. 889 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ്. അതേസമയം മെയ് 20 നടന്ന അഞ്ചാം ഘട്ടത്തിൽ ആകെ 62.20% പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവസാനത്തെയും 7ാമത്തെയും ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലും ഹരിയാനയിലും പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഹരിയാനയിൽ നടന്ന റോഡ് ഷോയിൽ സംബന്ധിച്ചു. ജൂൺ 1 വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ഉൾപ്പെടെ 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 4 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം ജില്ലയിൽ വരും ദിവസങ്ങളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മറ്റന്നാളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി മലങ്കര ഡാമിൽ ഷട്ടറുകൾ 80 സെന്റിമീറ്റർ വരെ ഉയർത്തി. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശമുണ്ട്. പരമാവധി ജലനിരപ്പായ 41.50 മീറ്റർ വരെ വെള്ളം ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 1 മീറ്റർ വരെ ഷട്ടർ ഉയർത്തുന്നതിന് ജില്ലാ കളക്ടർ അനുമതി നൽകിയിട്ടുണ്ട്. കൊച്ചിയിൽ ഉച്ചയ്ക്ക് ശേഷം സാമാന്യം ശക്തമായ മഴ പെയ്തത് പല താഴ്ന്ന സ്ഥലങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമായി. KSRTC ബസ് സ്റ്റാൻഡ്, പനമ്പള്ളി നഗർ, കലൂർ, കാക്കനാട്, ഇൻഫോ പാർക്ക് ഉൾപ്പെടെ പല സ്ഥലങ്ങളിൽ വീടുകളിലും കടകളിലും വെള്ളം കയറി. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ രാത്രിയും ഇന്ന് ഉച്ചവരെയും സാമാന്യം ശക്തമായ മഴ ലഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ. ഇന്നലെ രാവിലെ 8:30 മുതൽ ഇന്ന് രാവിലെ 8:30 വരെയുള്ള കണക്കുകൾ പ്രകാരം പരവൂർ, കൊട്ടാരക്കര, കൊല്ലം നഗരം എന്നിവിടങ്ങളിലാണ് കൂടുതൽ മഴ പെയ്തത്. ശക്തമായ മഴയാണ് ഇന്ന് രാവിലെ 11 മണിവരെ ജില്ലയിൽ വ്യാപകമായി ലഭിച്ചത്. ചില താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. കൊല്ലം നഗരത്തിലെ കുറവൻപാലം, ആണ്ടാമുക്കം, മരുത്തടി എന്നീ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് ജനവാസ മേഖലയിൽ രൂപപ്പെട്ടത്. ദേശീയപാത നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ചില ഭാഗങ്ങളിൽ മഴവെള്ളക്കെട്ട് ഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. മോശം കാലാവസ്ഥയും ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയും കണക്കിലെടുത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മഴക്കെടുതിയിൽ ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 25 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഈ കാലയളവിൽ മഴക്കെടുതി മൂലം 11,83,000 രൂപയുടെ നാശനഷ്ടമാണ് ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെയുണ്ടായ അതിശക്തമായ മഴയിൽ കോഴിക്കോട് പന്തീരങ്കാവ് വില്ലേജിൽ കൊടൽനടക്കാവ് ബൈപ്പാസ് റോഡിൽ 50 മീറ്റർ നീളവും 6 മീറ്റർ ഉയരവുമുള്ള കോൺക്രീറ്റ് മതിൽ തകർന്ന് 4 വീടുകൾക്കും ക്ഷേത്രത്തിനും അംഗൻവാടിക്കും ഭാഗികമായി നാശനഷ്ടമുണ്ടായി. ഈ മാസം അവസാനത്തോടുകൂടി കാലവർഷം ആരംഭിക്കാനിടയുള്ളതിനാലും നിലവിൽ പഴശ്ശി ബാരേജിലെ ജലനിരപ്പ് ഉയരുന്നതിനാലും ബാരേജിന്റെ ഷട്ടറുകൾ കാലവർഷത്തിനനുസരിച്ച് ഇനിയൊരു അറിയിപ്പില്ലാതെ തന്നെ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സംസ്ഥാനത്ത് മഴയെ തുടർന്ന് പൊതുജനങ്ങൾക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം. വെള്ളക്കെട്ടുകൾ, പെട്ടെന്നുണ്ടായ പകർച്ചവ്യാധികൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ എന്നിവ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് 0471 231 7214 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് അറിയിക്കാം. നമ്പർ ഒരിക്കൽ കൂടി 0471 23 17 214.
അടിയന്തര സാഹചര്യത്തിൽ ആലപ്പുഴയിലെ തോട്ടപ്പള്ളി പൊഴി മുറിക്കാൻ തീരുമാനം. ജില്ലയിൽ മഴക്കെടുതികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. കേരള തീരത്ത് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെ നാളെ അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നതിനാൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയവും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സംസ്ഥാനത്തൊട്ടാകെ 8 ക്യാമ്പുകളിലായി 223 പേരെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആരോഗ്യകരമായ ഗാർഹിക അന്തരീക്ഷം ഉറപ്പാക്കാൻ വാർഡ് തല ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. കാസർഗോഡ് കളക്ടറേറ്റിൽ സിറ്റിംഗിനു ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. വാർഡ് തല ജാഗ്രതാ സമിതികളുടെ കുടുംബത്തെക്കുറിച്ചും ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ചും വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് സംബന്ധിച്ചും ബോധവൽക്കരണം നടത്തും. അനധികൃതമായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. ജില്ലകളിൽ അനധികൃതമായി അവധിയിലുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ അടുത്ത 5 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയ മന്ത്രി സർവീസിൽ തിരികെ പ്രവേശിക്കാൻ താൽപര്യമുള്ളവർ ഒരാഴ്ചയ്ക്കകം ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്ന് പൊതു അറിയിപ്പ് നൽകാനും നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. IPL ക്രിക്കറ്റിൽ 2ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദുമായി ഏറ്റുമുട്ടും. ചെന്നൈയിലാണ് മത്സരം. വയനാട് ജില്ലയിൽ ആനകളുടെ കണക്കെടുപ്പ് ഇന്നു മുതൽ ആരംഭിച്ചു. സംസ്ഥാന വ്യാപകമായി കണക്കെടുപ്പിന്റെ ഭാഗമായാണ് ഇന്നു മുതൽ ശനിയാഴ്ച വരെ ജില്ലയിലും കണക്കെടുപ്പ് നടത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാട് ജില്ലയെ 60 ബ്ലോക്കുകളായി തിരിച്ചാണ് കണക്കെടുപ്പ്. കാട്ടിലൂടെ സഞ്ചരിച്ച് ആനകളെ നേരിൽ കണ്ട് കണക്കെടുക്കും. വെള്ളിയാഴ്ച 2 കിലോമീറ്റർ ദൂരം വീതം കാട്ടിലൂടെ സഞ്ചരിച്ച് ആനപ്പിണ്ടം പരിശോധിക്കും. കണക്കെടുപ്പിന്റെ അവസാന ദിനമായ ശനിയാഴ്ച ആനകൾ സ്ഥിരമായി വെള്ളം കുടിക്കാനെത്തുന്ന നീർച്ചാലുകളും മറ്റും കേന്ദ്രീകരിച്ച് ആനകളിൽ കൊമ്പൻ, പിടി, കുട്ടികൾ എന്നിവയുടെ ലിംഗവ്യത്യാസം അനുസരിച്ചുള്ള കണക്കെടുപ്പുമാണ് നടത്തുക. മുൻവർഷ കണക്കെടുപ്പ് പ്രകാരം ജില്ലയിൽ 1920 ആനകളുണ്ടെന്നാണ് പ്രൊജക്ട് എലിഫന്റ് സർവേ കണക്കുകൾ പറയുന്നത്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള 3 വിമാനങ്ങൾ റദ്ദാക്കി. ഇന്ന് രാത്രി പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇന്ന് രാത്രി 8:35 പുറപ്പെടേണ്ട കോഴിക്കോട് റിയാദ് എയർ ഇന്ത്യ എക്സ്പ്രസ്, 10:05 പുറപ്പെടേണ്ട കോഴിക്കോട് അബുദാബി എക്സ്പ്രസ്, രാത്രി 11:10 പുറപ്പെടേണ്ട കോഴിക്കോട് മസ്കറ്റ് എക്സ്പ്രസ് എന്നിവയാണ് റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചാരണത്തിന് സമാപനം. വോട്ടെടുപ്പ് ശനിയാഴ്ച. മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളത്തും തൃശൂരും ഇന്ന് ചുവപ്പ് ജാഗ്രത. മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. അനധികൃതമായി ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ആരോഗ്യകരമായ ഗാർഹിക അന്തരീക്ഷം ഉറപ്പാക്കാൻ വാർഡ് തല ബോധവൽക്കരണം ശക്തിപ്പെടുത്തുമെന്ന് വനിതാ കമ്മീഷൻ. IPL 2ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.